ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ നാളെ രതീഷ് ക്വിറ്റ് ചെയ്യുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. പെട്ടിയൊക്കെ എടുത്ത് രതീഷ് പോകുന്നതായിട്ട് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രതീഷും സുരേഷും തമ്മിലുള്ള പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കുന്നത്. സുരേഷ് ആദ്യം തന്നെ രതീഷിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ രതീഷ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം സുരേഷ് വിരലൊക്കെ ചൂണ്ടിക്കൊണ്ട് ഷട്ടപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. വിരൽ ചൂണ്ടിയിട്ട് എന്നോട് സംസാരിക്കണ്ടെന്നൊക്കെയുള്ള രീതിയിൽ രതീഷ് തിരിച്ചു പറയുന്നുണ്ട്. സുരേഷ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ തന്നെയാണ് ബിഗ് ബോസ് കേൾക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സുരേഷ് രതീഷിനോട് പറയുന്നുണ്ട്. പറയുന്ന താനൊന്ന് കേൾക്കണമെന്നുള്ള രീതിയിൽ സുരേഷ് ഒരുപാട് പ്രാവശ്യം രതീഷിനോട് പറയുന്നുണ്ട്. അതിനുശേഷം രതീഷ് ബിഗ് ബോസിനോട് ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാണെന്നും പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് രതീഷ് വെറുതെ കണ്ടന്റിന് വേണ്ടി കാണിക്കുന്നതായിരിക്കാം, അല്ലാണ്ട് രതീഷ് നാളെ ക്വിറ്റ് ചെയ്ത് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. രതീഷ് വന്നപ്പോൾ മുതൽ ഇഷ്ടം പോലെ കണ്ടന്റിന് വേണ്ടി കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓൾറെഡി ജാൻമണി ആയിട്ട് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഫുള്ള് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ജാൻമണി തന്നെ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ലെന്നും അതുപോലെ തന്നെ നാളെ ഇനി ഉമ്മ വച്ചാലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു രതീഷ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ജാൻമണി ഹഗ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രതീഷിന് അത് നോർമലായിട്ട് തന്നെ സംസാരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. വീട്ടുകാർ കാണും അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയാണ് രതീഷ് അവിടെ ചെയ്തത്. ഓവറായിട്ട് അത് ഇഷ്യൂ ആക്കി മാറ്റി. അങ്ങനെ ഇഷ്യൂസ് ഓവറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് രതീഷ്. അപ്പോൾ മിക്കവാറും ഇതും ഒരു കണ്ടന്റിന് വേണ്ടി കാണിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രതീഷ് ഓവറായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ?